ഇന്നത്തെ ചിന്തയ്ക്കായിട്ടൊരു വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ 2-ാം അധ്യായം, ചാപ്റ്റർ 2 വേഴ്സ് 14. 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. 2 Corinthians chapter 2 verse 14. Now thanks be to God who always leads us in triumph in Christ and through us diffuses the fragrance of his knowledge in every place. വായിച്ചാട്ടെ. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഈ വാക്യത്തിലെ 2 വേർഡ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പ്രത്യേകിച്ച് ഓർക്കുന്നു. ഒന്ന്, ജയോത്സവമായി എന്നുള്ളൊരു വാക്ക്. 2, വെളിപ്പെടുത്തുക എന്നുള്ള വാക്ക്. 2 വാക്കുകൾ നമ്മളുടെ മനസ്സിൽ ഓർത്ത് വെച്ചോണം. ഈ ഇതെല്ലാം ഷെയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ 2 വാക്കിൻ്റെ അർത്ഥം നമ്മളുടെ ജീവിതത്തിൽ മനസ്സിലാകണം. എന്താണ് ജയോത്സവമായി നടത്തുക, എന്താണ് പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുക എന്ന് പറയുന്ന കാര്യങ്ങൾ, 2 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓർക്കേണ്ട ഒരു കാര്യമാണ്. ആദ്യത്തെ ഭാഗം ഈ വാക്യത്തിൽ തന്നെ 2ആയിട്ട് നമ്മൾ തിരിച്ചാൽ, നൗ താങ്ക്സ് ബി ടു ഗോഡ് ഹു ഓൾവേസ് ലീഡ്സ് us ഇൻ ട്രയംഫ് ഇൻ ക്രൈസ്റ്റ്. നമ്മളുടെ ജീവിതത്തിലെ കഷ്ടങ്ങളും പ്രയാസങ്ങളും വരുന്നത് സാധാരണമായ ഒരു കാര്യമാണ്. നമുക്ക് മാത്രമല്ല, എല്ലാവർക്കും. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഇവിടെ നടന്ന എല്ലാ കഷ്ടങ്ങളും പ്രയാസങ്ങളും നമുക്ക് മാത്രമല്ല, വിശ്വാസികളായ നമുക്ക് മാത്രമല്ല, അല്ലാത്തവർക്കും തന്നെ പൊതുവേ ഉണ്ടായിരുന്നതാണ്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ്. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന. എപ്പോഴൊക്കെ നടത്തുന്ന എഴുതിയേക്കുന്നത്? എപ്പോഴൊക്കെയാ? ചിലപ്പോൾ, വല്ലപ്പോഴും. എങ്ങനെയാണ് എഴുതിയേക്കുന്നത്? എപ്പോഴും ജയോത്സവമായി നടത്തുന്ന. കെൻ യു ജസ്റ്റ് ഇമാജിൻ, നമ്മളുടെ ജീവിതത്തിൽ ക്രിസ്തുവിലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറയാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റസ് എന്താണെന്നറിയാമോ? എപ്പോഴും ജയോത്സവമായി നടത്തുന്നു. ഒന്നുകൂടെ വാക്യം ഒന്ന് വായിച്ചാൽ. ലെറ്റ്സ് സീ ദാറ്റ് വേഴ്സ് അഗൈൻ. റീഡ് ദാറ്റ് വേഴ്സ് അഗൈൻ പ്ലീസ്. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും. മതി. അപ്പം നമ്മളുടെ ജീവിതത്തിൽ എന്ത് കാര്യത്തിനാന്ന് പറഞ്ഞാലും നമ്മൾ എങ്ങനെയായിരിക്കും? We will be the victors. Praise the Lord. What a wonderful statement അല്ലേ? നിങ്ങളൊരിക്കൽ സഹോദരൻ ആക്ച്വലി ഈ ഇതൊക്കെ കഴിഞ്ഞ ശേഷം മെസ്സേജിൻ്റെ ടോപ്പിക് തന്നെ മാറ്റി ഒരു പ്രോസ്പെരിറ്റി സ്റ്റൈലിലാണല്ലോ ഇന്ന് പോകുന്നത് നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാം. ബട്ട് ദാറ്റ് ഈസ് വാട്ട് ദ ട്രൂത്ത് ഈസ്. ദാറ്റ്സ് വാട്ട് ദ ലോർഡ് സേസ്. അപ്പോസ്തലൻ പറയുന്നതിനാണ്, എന്നെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ഒരു കർത്താവ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്താലും എൻ്റെ ജീവിതത്തിൽ എന്തോ ആയിരിക്കും? ജയത്തോടുകൂടി ആയിരിക്കും. അങ്ങോട്ട് വിശ്വസിക്കാൻ ഒരു പ്രയാസം അല്ലേ? ക്യാൻ യു റീഡ് ദാറ്റ് വേഴ്സ് അഗൈൻ? ഈസ് ഇറ്റ് അബൌട്ട് അസ്? നമ്മുടെ ബൈബിളിനകത്ത് എന്നെക്കുറിച്ച് നമ്മൾ വ്യക്തിപരമായി യു ഷുഡ് ബി ഏബിൾ ടു സേ ദിസ് വേഴ്സ്, ഈസ് ഇറ്റ് ആപ്ലിക്കബിൾ ടു യു ഓർ നോട്ട്? നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ആപ്ലിക്കബിൾ ആണോ അല്ലയോ? നിങ്ങളുടെ ബൈബിളിനകത്ത് നോക്കിയിട്ട് ഒന്ന് വായിച്ചിട്ട് നോക്കിയേ. ഈസ് ഇറ്റ് ആപ്ലിക്കബിൾ ടു യു? യെസ്, ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ ഹൂ ഈസ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തു യേശുവിലുള്ള എല്ലാവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവകാശമായി പറയാൻ പറ്റുന്നൊരു കാര്യമാണ് എന്നെ ജയോത്സവമായി നടത്തുന്ന. അത് നമുക്ക് പറയാം ചിലപ്പോൾ. when I read that verse, Lord, is it really all time? But the Lord, അപ്പോസ്തലനായ പൗലോസോട് എഴുതിയേക്കും, പരിശുദ്ധാത്മാവിൽ എഴുതിയ പറഞ്ഞു, all times, എപ്പോഴും എന്നെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കണം, അപ്പോസ്തലനായ പൗലോസ് ഇത് പറയാനുള്ള കാരണം എന്താണ്, എന്തുകൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത്. നമുക്കറിയാം, ജയോത്സവമായി അദ്ദേഹം നടത്തുക എന്ന് പറയുമ്പോഴേക്കും യു അണ്ടർസ്റ്റാൻഡ് വിച്ച് കോണ്ടെക്സ്റ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട്. ഈസ് ഹി ടോക്കിംഗ് അബൌട്ട് എൻ എക്സാം? ഈസ് ഹി ടോക്കിംഗ് അബൌട്ട് എൻ ഇൻ്റർവ്യൂ? ഈസ് ഹി ടോക്കിംഗ് അബൌട്ട് എ ജോബ്? വാട്ട് ഈസ് ഹി ടോക്കിംഗ് അബൌട്ട്? എന്തിനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ യു ക്യാൻ ടേക്ക് ഇറ്റ് ഇൻ ഓൾ സെൻസ്. ഇഫ് യു ആർ ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുയേശുവിൽ നിങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഇത് പറയാൻ പറ്റും. ബട്ട് ദെൻ ലെറ്റ് us അണ്ടർസ്റ്റാൻഡ് വാട്ട് കോണ്ടെക്സ്റ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട്. ഈ പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ എന്താണെന്ന് വേഴ്സ് 12 and 13, 12-13 വാക്യങ്ങൾ. എന്നാൽ ഞാൻ ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിപ്പാൻ ത്രോവാസിൽ വന്നാറെ കർത്താവിന്റെ പ്രവൃത്തിക്കായി എനിക്ക് ഒരു വാതിൽ തുറന്നു കിട്ടിയപ്പോൾ എൻ്റെ സഹോദരനായ തീത്തോസിനെ കാണാഞ്ഞിട്ട് മനസ്സിൽ സ്വസ്ഥതയില്ലായ്മയാൽ
ഞാൻ അവരോട് യാത്ര പറഞ്ഞു മക്കദോനിയയിലേക്ക് പുറപ്പെട്ടു. മനസ്സിലായി. വളരെ ശ്രദ്ധിച്ച് നമുക്ക് ആ വാക്യങ്ങളൊന്ന് നോക്കണം. ഓക്കെ. Furthermore, when I came to Troas to preach Christ gospel. നമുക്ക് പലപ്പോഴും പലരോടും നല്ല കാര്യങ്ങൾ പറയാൻ നമുക്ക് സന്തോഷമാണ്. We all want to talk about good news, right? What's a good news? I got a good job. That's a good news, isn't it? Right? I got some good car. Is it a good news or a bad news? What? Good news or bad news? Good news. അങ്ങനെ ഒരുപാട് ഗുഡ് ന്യൂസ് ഉണ്ട്. പക്ഷേ Paul is saying, I came so that I speak what? Christ good news. ക്രിസ്തുവിൻ്റെ സുവിശേഷം. Praise the Lord. Praise സാരങ്ങളെ, ദൈവമക്കളായിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ ചോദിക്കുകയാണ്. We want to talk about good news. Praise the Lord. But what is our real good news? നമ്മുടെ ഹൃദയങ്ങളിലുള്ള റിയൽ ഗുഡ് ന്യൂസ് എന്താണ്? നമ്മുടെ ജോലിയെക്കാട്ടിൽ അതൊക്കെ ആവശ്യമാണ്. യുദ്ധം നിർത്തണം, നമ്മുടെ ആവശ്യങ്ങളാണ്, ഇതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മുടെ ഹൃദയത്തിലുള്ള യഥാർത്ഥമായ ഗുഡ് ന്യൂസ് ഏതാണ്? ഇസ് ഇറ്റ് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഗുഡ് ന്യൂസ്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം. പോൾ സേസ് ദാറ്റ് ഐ വെന്റ് ടു ദിസ് പ്ലേസ് ടു പ്രീച്ച് നോട്ട് മൈ ഗുഡ് ന്യൂസ്, പ്രീച്ച് ക്രൈസ്റ്റ് ഗുഡ് ന്യൂസ്. ക്രിസ്തുവിൻ്റെ ഗുഡ് ന്യൂസ്. വാട്ട് ഈസ് ദാറ്റ്? കർത്താവായ യേശു ക്രിസ്തു പിശാചിനെ തോൽപ്പിച്ച് പാപത്തിന് ക്ഷമയായി നൽകുവാനായിട്ട് നമുക്ക് വേണ്ടി പകരം യാഗമായി കർത്താവായ യേശു ക്രിസ്തു ഇന്ന് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടിയിരിക്കുന്നു, അല്ലേ? Isn't that good news for all of us? All of us, isn't it? And he said that I am there in that city to preach Christ's gospel. And then he says, and a door was opened to me by the Lord. A door is opened by the Lord. Can you imagine again that one? Every opportunity, everything in the life of a person is by the Lord. Praise the Lord. What a wonderful thing, isn't it? Paul says, I came to preach not my gospel, but whose gospel? Christ's gospel. ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കാനാണ് ഞാൻ വന്നത്. ഞാനപ്പോൾ വന്നപ്പോൾ എനിക്കൊരു അവസരം കിട്ടി. ആര് തുറന്ന വാതിലാണ്? ക്രിസ്തു തുറന്ന വാതിലാണ്. Praise the Lord. ഹല്ലേലൂയ. അങ്ങനെ വരുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവുമോ? തീർച്ചയായിട്ടും പ്രശ്നങ്ങളുണ്ടായെന്ന് തന്നെയാണ് നിങ്ങൾ വായിക്കുന്നത്. ഐ ഹാഡ് നോ റെസ്റ്റ്. അടുത്ത വാക്യം, ഐ ഹാഡ് നോ റെസ്റ്റ് ഇൻ മൈ സ്പിരിറ്റ്. എൻ്റെ ഹൃദയത്തിൽ സ്വസ്ഥതയില്ലാത്ത ഒരവസ്ഥയായി. നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥതയില്ലാത്ത അവസ്ഥ എന്ന് നമ്മൾ പറയാമോ? സോ വൺ തിങ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ദൈവമക്കൾ സത്യസന്ധരായിരിക്കണം. എന്തത് പറയാനുള്ള കാര്യങ്ങൾ? വെൻ ഐ എം റിയലി അൺഹാപ്പി ഇൻസൈഡ്, there's no need to say, praise the Lord, everything is good, brother. നമ്മൾ പലപ്പോഴും ഹൃദയത്തിൻ്റെ ഉള്ളിൽ കത്തിപ്പൊട്ടുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ശരിയല്ല. എന്തുകൊണ്ട് സഹോദര? എല്ലാം ഓക്കെയാ ബ്രദറെ. ബട്ട് ആക്ച്വലി സ്പീക്കിംഗ് ഇൻസൈഡ്, ഓഫ് കോഴ്സ് വി cannot tell everything to everybody, that is a different story. പക്ഷേ എങ്കിൽ പോലും ഹൃദയത്തിൻ്റെ ഉള്ളിലെ നമ്മുടെ അവസ്ഥ ദൈവത്തോടെങ്കിലും ആത്മാർത്ഥമായി. അവിടെ അദ്ദേഹം പറയുകയാണ്, ഐ ഹാഡ് നോ റെസ്റ്റ് ഇൻ മൈ സ്പിരിറ്റ്. എൻ്റെ ആത്മാവിൽ അല്പം പോലും സ്വസ്ഥതയില്ലാത്തൊരവസ്ഥ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലരെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ജീവിതത്തിൽ അനുഭവിച്ച ചില കാര്യങ്ങൾ നമ്മുടെ തലയ്ക്ക് മണ്ടിക്ക് അദ്ദേഹം ഈ വന്ന് ബോംബൊക്കെ വന്ന് പൊട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യുന്നു? സോ വി റിയലി ഫെൽറ്റ് ദാറ്റ് ഓക്കെ മാൻ, വേർ ഈസ് അവർ കോൺഫിഡൻസ്, വേർ ഈസ് അവർ സ്ട്രെങ്ത്, വേർ ഈസ് അവർ റെസ്റ്റ്. ഇതൊക്കെ നമ്മളെ ടെസ്റ്റ് ചെയ്യപ്പെട്ട ചില ദിവസങ്ങളായിരുന്നു, അല്ലേ? അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, I had no rest in my spirit and he don't have any problem in acknowledging the truth. ആ സത്യം വിളിച്ചു പറയുന്നതിന് അദ്ദേഹത്തിന് ഒരു പ്രയാസവും ഇല്ല. അതുകൊണ്ടാണ് ദൈവസന്നിധിയിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കം ടു ദ ലോർഡ്സ് പ്രസൻസ് ആസ് ഇറ്റ് ഈസ്. നമ്മൾ ഉള്ള അവസ്ഥയുമായിട്ട് നമുക്ക് ദൈവസന്നിധി കടന്നു വരണം. വെൻ ഐ എം നോട്ട് ഏബിൾ ടു ബിലീവ്, ടെൽ ദ ലോർഡ് ഐ എം നോട്ട് ഏബിൾ ടു ബിലീവ്. ഐ എം നോട്ട് ഏബിൾ ടു ലവ്, ഐ എം നോട്ട് ഏബിൾ ടു ലവ്. ഐ എം റിയലി ആംഗ്രി അബൌട്ട് ദ സിറ്റുവേഷൻ, ടെൽ ദ ലോർഡ് ഐ എം റിയലി ആംഗ്രി അബൌട്ട് ദ സിറ്റുവേഷൻ. ഈ സാഹചര്യത്തിൽ കർത്താവെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, ദൈവമേ എന്നെ സഹായിക്കണം. കർത്താവെ എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല, എന്നെ സഹായിക്കണം. എനിക്ക് അനുസരിക്കാൻ കഴിയുന്നില്ല, എന്നെ ഉള്ള അവസ്ഥയുമായി ദൈവസന്നിധി കടന്നിടണം. ഹി സെഡ്, ലോർഡ് ഐ എം ടോട്ടലി ഔട്ട് ഓഫ് റെസ്റ്റ്. അതെ, എൻ്റെ ഹൃദയത്തിൽ വളരെ പ്രയാസമുണ്ട്. നമ്മൾ അപ്പോൾ ഇത് നമുക്കിത് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എബ്രായലേഖനം 4-ാം അധ്യായമൊക്കെ ഓർമ്മ വരുമെന്ന് എനിക്കറിയാം. സ്വസ്ഥത കർത്താവ് തന്നിരിക്കുന്നു, കർത്താവിൻ്റെ സ്വസ്ഥതയിൽ വസിക്കേണ്ടത്. ഇത് പൗലോസാണ് എഴുതുന്നത്, നമുക്ക് ഓർക്കണം, അല്ലേ? അദ്ദേഹം പറയുകയാണ്, എനിക്ക് സ്വസ്ഥത ഇല്ലാതായി. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ബിക്കോസ് വൈ ഹി ഡിഡ് നോട്ട് ഹാവ് റെസ്റ്റ്. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രശ്നം?
അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്തായിരുന്നു? ആ വാക്യത്തിലുണ്ട്. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രശ്നം? വാട്ട് വാസ് ഹിസ് പ്രോബ്ലം? Read your Bible. Take the Bible and read. Okay. What is his problem? Yeah. തീത്തോസിനെ കാണാനില്ല. തൻ്റെ കൂട്ടു സഹോദരനായ തീത്തോസിനെ, തിമോത്തിയോസ് ആൻഡ് തീത്തോസ്, ഇവർ രണ്ടുപേരും പൗലോസിൻ്റെ ശിഷ്യന്മാരായിരുന്നു, അല്ലെങ്കിൽ പൗലോസിൻ്റെ കൂടെ വർക്ക് ചെയ്ത സഹോദരങ്ങളായിരുന്നു. ആ സഹോദരനെ വിട്ടതാണ്. പക്ഷേ ആ സഹോദരൻ, നമ്മൾ ഇന്നത്തെ പോലെ വാട്സപ്പ് വിളിച്ച് ചോദിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും രീതിയിലൊന്ന് വിളിച്ച് ചോദിക്കാനോ ഉള്ള അവസ്ഥകൾ ഉണ്ടായിരുന്ന ഒരു കാലമല്ല. ആ ഒരു കാലഘട്ടത്തിൽ തീത്തോസിനെ കുറിച്ച് യാതൊരു അറിവും കിട്ടുന്നില്ല. ആൻഡ് ഹി വാസ് വറീഡ്. ലോർഡ്, വാട്ട്സ് ഹാപ്പനിങ്? ഈസ് ഹി സ്റ്റിൽ അലൈവ്? ആരെങ്കിലും പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചോ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ എങ്ങനെ ഉണ്ടാകാറില്ലേ? ദിസ് ഇസ് സിമിലർ സിറ്റുവേഷൻസ് ഹാപ്പൻസ് ഇൻ അവർ ലൈഫ്. അങ്ങനെയുള്ള ഇതേപോലെ ഒത്തിരി കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലുണ്ടാവും. കർത്താവേ, എൻ്റെ ആ ജോലി കിട്ടുമോ? എൻ്റെ ആ പ്രശ്നങ്ങൾ തീരുമോ? എനിക്ക് ഇന്ന പോലെ പ്രോബ്ലം ഉണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞു അനേക വിഷയങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നമ്മുടെ സ്വസ്ഥത കളയുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണും. പക്ഷേ പൗലോസ് പറയുന്ന അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ഞാൻ അവിടെ നിന്ന് യാത്ര പറഞ്ഞ് മക്കദോനിക്ക് പുറപ്പെട്ടു. ഐ സ്റ്റാർട്ടഡ് ഓഫ് ടു മാസിഡോണിയ. എന്നിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻ്റാണ് നമ്മൾ വായിച്ച വാക്യത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്താണ്? വായിച്ചാട്ടെ. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ മതി. Now thanks be to God who always leads us in triumph in Christ. എല്ലാ സാഹചര്യങ്ങളിലും എന്നെ ജയോത്സവം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏത് സാഹചര്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സാഹചര്യം ഇതായിരുന്നു. അദ്ദേഹത്തിന് തൻ്റെ കൂട്ടു സഹോദരനായ തീത്തോസിനെ കാണാൻ കഴിയുന്നില്ല. തീത്തോസിനെ അന്വേഷിച്ച് അദ്ദേഹം നടക്കുകയാണ്. കുറേ ദിവസങ്ങളായി താൻ ഉദ്ദേശിച്ച പോലെ തീത്തോസിനെ കാണാൻ പറ്റുന്നില്ല. അപ്പം അതിനുവേണ്ടി അന്വേഷിച്ച് സ്വസ്ഥതയില്ലാഞ്ഞിട്ട് മാസിഡോണിലോട്ട് പോയിട്ട് എന്നിട്ട് പറയണം, Thanks be to the Lord. The Lord always leads me through triumphantly. എന്നെ ജയോത്സവമായി നടത്തുന്നു. പ്രൈസ് ദ ലോർഡ്. ഇതായിരിക്കണം പ്രിയ സഹോദരങ്ങളെ നമ്മളുടെ ഓരോരുത്തരുടെയും കൺഫെഷൻ. നമ്മളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുത്തില്ല എന്നല്ല, പ്രയാസങ്ങൾ വരുന്നു. പക്ഷേ പ്രയാസങ്ങൾ വരുമ്പോഴും അതിൻ്റെ മധ്യത്തിലും നമുക്കൊരു കാര്യം നമുക്കറിയണം, നമ്മുടെ കർത്താവ് നമ്മളെ ജയോത്സവമായി നടത്തും. That should be our statement. Okay. How did the Lord really do in this situation? എന്താണ് കർത്താവ് ശരിക്കും പറഞ്ഞാൽ ചെയ്തത്? 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, 5-ാമത്തെ വാക്യം, വേഴ്സ് 5. ഞങ്ങൾ മക്കദോനിയയിൽ എത്തിയ ശേഷവും ഞങ്ങളുടെ ജഡത്തിന് ഒട്ടും സുഖമല്ല, എല്ലാ വിധത്തിലും കഷ്ടം അത്രേ ഉണ്ടായത്. പുറത്തു യുദ്ധം, അകത്തു ഭയം. Again, Paul is very vocal and very clear of what he is facing it. വളരെ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോഴും ബ്രദറെ പ്രൈസ് ദി ലോർഡ്, പ്രശ്നങ്ങളൊന്നും ഇല്ല, എല്ലാം ഞങ്ങൾ ഓക്കെയാണ് എന്നൊക്കെയാണ് പൗലോസ് പറഞ്ഞത്. പൗലോസ് പറഞ്ഞത് വളരെ ക്ലിയർ ആയിട്ടാണ്. He says, I had no rest. He says, our bodies had no rest and we were troubled on every side. എല്ലാ സൈഡിലും. അകത്തെന്താണ്? ഔട്ട്സൈഡ് were conflicts, inside were fears. ഒത്തിരി ഭയം അദ്ദേഹത്തിൻ്റെ. പുറത്തെ യുദ്ധം, അകത്ത് ഭയം. അത് നമ്മുടെ സൗണ്ട്സ് ഫെമിലിയർ ദിസ് പർട്ടിക്കുലർ ആറ്റിറ്റ്യൂഡ്. പുറത്ത് യുദ്ധം, അകത്ത് ഭയം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ, പൗലോസിൻ്റെ ജീവിതത്തിലും he had to really face all that. But next verse, അടുത്ത വാക്യം. എങ്കിലും എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിന്റെ വരവിനാൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചു. Praise the Lord. You see Titos there? Now, nevertheless, God who comforts the downcast comforted us by the coming of Titus. Praise the Lord. Now you understand why he said that? Yes, for a moment there is a situation. ചില സമയത്ത് ചില സാഹചര്യങ്ങളിൽ നമ്മളുടെ ജീവിതത്തിൽ ചില സിറ്റുവേഷൻസ് ദൈവം അലോ ചെയ്യും. That is true. And we had to go through all these things. But അന്തിമമായിട്ടും പൗലോസ് പറഞ്ഞ എപ്പോഴും ഒരു കാര്യം അദ്ദേഹത്തിന് പറയാനുള്ള, nevertheless in all these things എന്നെ എപ്പോഴും കർത്താവ് ജയോത്സവമായി നടത്തുന്നു. Praise the Lord. Hallelujah. Is it a one time statement? ഒരു പ്രാവശ്യമുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇന്നൊരു പക്ഷേങ്കിൽ നിങ്ങൾ വന്നിരിക്കുന്നത് ഒത്തിരി പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ആയിക്കോട്ടെ, എന്തുകൊണ്ടേ ആയിക്കോട്ടെ, പക്ഷേ നമുക്കത് പറയാനായിട്ട് കഴിയണം കർത്താവേ ജയോത്സവമായി. വൈ? ബിക്കോസ് വൺ തിങ് വി ഹാവ് അവർ ഡിസയർ. നമ്മുടെ ഹൃദയത്തിലൊരു ആഗ്രഹമുണ്ട്. ഐ ആം ഫോർ ക്രൈസ്റ്റ് ഗോസ്പൽ and I'm working with Christ.
അതല്ലേ പൗലോസിൻ്റെ ആ സാക്ഷ്യം പറഞ്ഞ തൊട്ട് മുമ്പിലത്തെ വാക്യങ്ങൾ. കർത്താവിൻ്റെ സുവിശേഷം, കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കാനായിട്ട് ആഗ്രഹിച്ചത്. ഞാൻ പറഞ്ഞ ക്രിസ്തുവേശുള്ള എല്ലാവർക്കും പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞത് എഗെയിൻ ഐ എം മേക്കിംഗ് ദ സ്റ്റേറ്റ്മെൻറ്റ് വെരി ക്ലിയർ. പറയാൻ പറ്റുന്നൊരു കാര്യം, ക്രിസ്തുവേശുള്ള എല്ലാവർക്കും പറയാനായിട്ട് പറ്റുന്ന കാര്യങ്ങളാണ്. യെസ്, ഐ ക്യാൻ റിയലി സേ. അപ്പം നമ്മൾ കർത്താവിൻ്റെ കൂടെ അങ്ങനെ നടക്കുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? കർത്താവ് എൻ്റെ കാര്യത്തിലെല്ലാം ജയോത്സവമായി നടത്തും. പ്രൈസ് ദി ലോർഡ്. അതൊന്നു മാത്രമേ ഉള്ളൂ. റോമാക്കാരുടെ ലേഖനം 8-ാം അധ്യായത്തിൽ നമുക്കൊരു വാക്യം, വളരെ സുപരിചിതമായി നമുക്കറിയാവുന്നൊരു വാക്യമുണ്ട്. ലെറ്റ്സ് റീഡ് ദാറ്റ് വേഴ്സ്. റോമൻസ് ചാപ്റ്റർ 8, 8-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യം, വേഴ്സ് 36. നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്നെഴുതിയിരിക്കുന്നുവല്ലോ. അപ്പം നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു. ഇറ്റ് ഇസ് നോട്ട് എൻ ഈസി സിറ്റുവേഷൻ. കർത്താവിൻ്റെ സാക്ഷ്യ നിമിത്തം, കർത്താവിന് വേണ്ടി നിൽക്കുക നിമിത്തം പല പ്രയാസങ്ങൾ, പല ബുദ്ധിമുട്ടുകളൊക്കെയും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ഈ സംഭവിക്കുന്ന കാര്യങ്ങൾ പൗലോസ് ഉദ്ധരിക്കുന്നതിന് മുമ്പ് സങ്കീർത്തനം 44-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിലെ ഉദ്ധരണിയാണ്. ആ ഭാഗം എടുത്ത് വായിച്ചു നോക്കിയാട്ടെ. സങ്കീർത്തനം 44:22 താഴ്ത്ത് വായിച്ചു. 22 and onwards. നിന്റെ നിമിത്തം ഞങ്ങളെ ദിവസം പ്രതി കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു. കർത്താവെ, ഉണരണമേ, നീ ഉറങ്ങുന്നതെന്ത്? എഴുന്നേൽക്കണമേ, ഞങ്ങളെ എന്നേക്കും തള്ളിക്കളയരുതേ. നീ നിന്റെ മുഖത്തെ മറയ്ക്കുന്നതും ഞങ്ങളുടെ കഷ്ടവും പീഡയും മറന്നുകളയുന്നത് എന്ത്? ഞങ്ങൾ നിലത്തോളം കുനിഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ വയറ് ഭൂമിയോളം പറ്റിയിരിക്കുന്നു. ഞങ്ങളുടെ സഹായത്തിനായി എഴുന്നേൽക്കണമേ, നിന്റെ ദയ നിമിത്തം ഞങ്ങളെ വിടുവിക്കണമേ. പ്രൈസ് ദി ലോർഡ്. സോ ദിസ് ഇസ്, ആ പ്രാർത്ഥന കേൾക്കുമ്പോൾ തന്നെ അറിയാം സഹായത്തിനായിട്ടുള്ള ഒരു അഭ്യർത്ഥനയാണ്. യെസ്, നമ്മളുടെ ജീവിതത്തിൽ അതുപോലത്തെ പല സാഹചര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ വന്നേക്കാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടെ അകത്ത് പുറത്ത് യുദ്ധവും അകത്ത് ഭയവും അങ്ങനെയുള്ള പല സാഹചര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ കർത്താവ് അനുവദിച്ചേക്കാം. പക്ഷേ എങ്കിലും ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഓൾ ദീസ് തിങ്സ് ദർ ഇസ് എ പ്രോമിസ് ഫ്രം ദ ലോർഡ്. ദൈവത്തിൽ നിന്നൊരു പ്രോമിസ് ഉണ്ട്. അതാണ് നമ്മൾ റോമൻസ് 8-ൽ നമ്മൾ വായിക്കുന്നത്. വായിച്ചാട് വേഴ്സ് 36 ഓൺവേഴ്സ് നൗ അഗൈൻ. വേഴ്സ് 36-ാമത്തെ വാക്യം തൊട്ട് 8:36 ഓൺവേഴ്സ് വായിച്ചാട്ടെ. നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. He says, "Yet in all these things," he says, "we are more than conquerors." മലയാളത്തിൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ 37-ാമത്തെ വാക്യം വായിക്കുമ്പം "Yet in all these things" നമ്മൾ എന്താ എഴുതിയിരിക്കുന്നത്? പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഇംഗ്ലീഷിൽ അങ്ങനെയല്ല ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നതാണ് "വി ആർ മോർ ദാൻ കോൺക്രസ്." മോർ ദാൻ കോൺക്രസ് അന്ന് ഓർക്കണം, റോമ സാമ്രാജ്യം നിലനിൽക്കുന്ന ഒരു സമയത്താണ്. വെൻ യു ക്യാൻ സീ ഏതെങ്കിലും സീസർ തൻ്റെ യുദ്ധമൊക്കെ കഴിഞ്ഞ് ജയാളിയായിട്ട് മടങ്ങി വരുന്ന അന്നേരം അവരെ വിളിക്കുന്നത് ദേ ആർ കോൺക്കറേഴ്സ്. ദേ കോൺക്കർ എവറി പ്ലേസ്. ആൻഡ് ദെൻ സെ മോർ ദാൻ കോൺക്കറേഴ്സ്. അവർ ജയിക്കുക മാത്രമല്ല, ഇപ്പോൾ എന്തും കൂടെ ചെയ്യുന്നു, ദേ ഗെറ്റ് ദി ഒബ്ജക്റ്റീവ്സ് റിയലി ഡൺ. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. അവർ ജയിക്കുക മാത്രമല്ല, ദേ റിയലി ഗെറ്റ് ദ ഒബ്ജക്റ്റീവ്സ് ഡൺ. ദാറ്റ് ഈസ് മോർ ദാൻ കോൺകർ. ജസ്റ്റ് ഒന്ന് ജയിച്ച് പോരുക മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തോട്ട്. അപ്പോൾ പോൾ ഈസ് സേയിങ് ദാറ്റ് വി ആർ മോർ ദാൻ കോൺകറേഴ്സ്. ക്യാൻ യു ഇമാജിൻ ദാറ്റ്? അത് നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കാമോ? ജയിക്കുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ള നിലയിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ പൗലോസ് എന്ത് പറയുന്നത്? വി ആർ മോർ ദാൻ കോൺകറേഴ്സ്. നമ്മളിതൊക്കെ വായിക്കുമ്പം നമ്മൾ തന്നെ ദൈവത്തോട് ചോദിക്കണം, കർത്താവേ, am I really experiencing this in my life? When Paul is saying that, Lord, he's saying that we are more than conquerors. കർത്താവെ, പൂർണ്ണ ജയം എന്ന് മലയാളത്തിലാണെങ്കിൽ പോലും നമ്മളൊരു ജയാളിയെക്കാട്ടിലും അതിൻ്റെ മേളിൽ ഒരു രാജാവ് എങ്ങനെ എല്ലാത്തിനെയും ജയിച്ച് ഒരു സാമ്രാജ്യത്തിൻ്റെ അധിപനായി അതിനും മേളിൽ അതുപോലെ പറയുമ്പോൾ അദ്ദേഹം പറയാണ്. നമുക്ക് ഇതൊക്കെ എഴുതുമ്പോൾ പൗലോസ് എവിടെയായിരുന്നു? ജയിലിൽ. ഈ പറയുന്ന രാജാക്കന്മാർ അദ്ദേഹത്തെ പിടിച്ച് ജയിലിലാക്കിയിരിക്കുകയാണ്. ആ ജയിലിലാണ് അദ്ദേഹം ഇത് എഴുതുന്ന മോർ ദാൻ കോൺകറേഴ്സ്.
ഹി സേസ് ദാറ്റ്, അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഐ എം പെർസ്യൂഡ് ഇറ്റ്. ഞാൻ ഈ കാര്യങ്ങളാൽ ഉറച്ചിരിക്കുന്നു. എന്താണ് ഞാൻ ഉറച്ചിരിക്കുന്നത്? നീദർ ഡെത്ത് നോർ ലൈഫ് നോർ ഏഞ്ചൽസ് നോർ പ്രിൻസിപ്പാലിറ്റീസ് നോർ പവേഴ്സ് നോർ തിങ്സ് പ്രസൻറ്റ് നോർ തിങ്സ് ടു കം നോർ ഹൈറ്റ് നോർ ഡെപ്ത് നോർ എനി അതർ ക്രിയേറ്റഡ് തിങ് ഷാൽ ബി ഏബിൾ ടു സെപ്പറേറ്റ് us ഫ്രം ദ ലവ് ഓഫ് ഗോഡ് വിച്ച് ഈസ് ഇൻ ക്രൈസ്റ്റ് ജീസസ് ആർ ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന് നമ്മോടുള്ള ആ ഒരു സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുവാൻ ഒരു കാര്യത്തിനും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് സഹോദരങ്ങളെ, ആ ഒരു ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് തരിക. മനസ്സിലാകുന്നുണ്ട്? ഇപ്പം പോൾ ഇതിനകത്തൊക്കെ നടന്നു പോകുമ്പോൾ പല സമയങ്ങളും ഒരു പക്ഷെങ്കിൽ തീത്തോസിനെ കാണാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. പല ദിവസങ്ങളായിട്ടൊരു പക്ഷെങ്കിൽ അദ്ദേഹം ജയിലിലായിരുന്നായിരിക്കാം. അപ്പോഴൊക്കെയും അദ്ദേഹത്തിൻ്റെ കൺഫെഷൻ ഇതായിരുന്നു, വൺ തിങ്, ഞാൻ ഈ കാര്യത്തിൽ ഉറച്ചിരിക്കുന്നു. എന്താണ് എൻ്റെ ഉറപ്പ്? ഏതൊരു സാഹചര്യത്തിലും മൈ ലോർഡ് കണ്ടിന്യൂസ് ടു ലവ് മീ ആൻഡ് ഐ വിൽ ബി മോർ ദാൻ കോൺകറർ. ഞാനൊരു ജയാളിയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് കാര്യങ്ങളെ, നമ്മൾ ഈ ജയാളി എന്ന് പറയുന്ന ടേം, ജയം എന്ന് പറയുന്നത് നമുക്ക് തന്നെ ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ തന്നെ അറിയാം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പെർസ്പെക്റ്റീവ് ഫ്രം വെ യു ലുക്ക്. റൈറ്റ്? യു അഗ്രി വിത്ത് മീ? ഇപ്പം രണ്ട് സൈഡ് ഓരോരുത്തരും പറഞ്ഞു ഞങ്ങൾ ജയിച്ചു. നിങ്ങളത് കണ്ടു കാണും. ഇപ്പോൾ ന്യൂസിലൊക്കെ നിങ്ങൾ വായിക്കുന്നുണ്ട്, ഓരോരുത്തരും പറയുന്നത് ഞങ്ങൾ ജയിച്ചു. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പെർസ്പെക്റ്റീവ് ഫ്രം വെ യു സ്റ്റാൻഡ്. നൗ യു സീ, വെൻ ദ ലോർഡ് സേസ് ഐ വൺ എന്ന് പറയുമ്പോൾ, താൻ ഈ ഭൂലോകത്തിലായിരുന്നപ്പോൾ അദ്ദേഹം ഒരു പരാജയത്തെ പോലെയാണ് കണ്ടതല്ലേ? കാണുമ്പോൾ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത, പീലാത്തോസിൻ്റെ മുമ്പിൽ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു രാജാവ്, അങ്ങനെ ഒരു രാജാവിൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു ജയമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? പക്ഷേ ഇവിടെ കർത്താവിന് പറയുകയാണ്, യെസ്, ഐ ഹാവ് ഗോൺ ത്രൂ ദാറ്റ് ബിക്കോസ് മൈ കിങ്ഡം ഈസ് നോട്ട് ഓഫ് ദിസ് വേൾഡ്. എൻ്റെ രാജ്യത്വം ഈ ലോകത്തിലുള്ളതല്ല. എന്നിട്ട് അദ്ദേഹം കൺഫസ് ചെയ്തിട്ട് അദ്ദേഹം പറയുകയാണ്, ദാറ്റ് ഐ ഹാവ് ഓവർകം ദ ഡെവിൾ, ഐ ഹാവ് ഓവർകം ഡെത്ത്, and today I am reigning. Praise the Lord. More than any conqueror, ഈ ലോകത്തിലെ ഏത് സിംഹാസനത്തിൻ്റെയും മേലിൽ വാഴുന്ന ഒരു സിംഹാസനത്തിലാണ് ഞാൻ ഇരിക്കുന്നതെന്ന് കർത്താവ് പറയുമ്പോൾ, അതിൻ്റെ കൂട്ടത്തിൽ നമ്മളോട് ഇരിക്കുമ്പോഴും നമ്മളോട് പറയുകയാണ്, that you are also more than conquerors. You are also more than conquerors. ഹല്ലേലൂയ. യോഗ്യതകൾ കൊണ്ടല്ല കേട്ടോ, യോഗ്യതകൾ കൊണ്ടല്ല, നമ്മൾ എന്തെങ്കിലും ചെയ്തത് കൊണ്ടല്ല, നമ്മൾ ഓടിയത് കൊണ്ടല്ല, കർത്താവായ യേശു ക്രിസ്തു നമ്മളെ സ്നേഹിച്ചത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് കാര്യങ്ങളെ, നമുക്കെന്നാ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കോട് പറയാൻ പറ്റുമോ? യെറ്റ് ഇൻ ഓൾ ദീസ് തിങ്സ്, യെസ്, there could be lot of things can come in around us. There could be persecutions can come on our way. There could be death can come on our way. There could be angels could have an issue. There could be a principalities could have an issue. The powers could have an issue. ഇതൊക്കെ ഉണ്ടാകാമായിരിക്കാം. പക്ഷേ അതിൻ്റെയൊക്കെ മേളിൽ എനിക്ക് പറയാനായിട്ട് പറ്റും, മൈ ലോർഡ് ഈസ് ഹോൾഡിങ് മൈ ഹാൻഡ്. എൻ്റെ കർത്താവ് എൻ്റെ കരം പിടിച്ചിരിക്കുന്നു. അത് നമ്മുടെ ഹൃദയത്തിനകത്തുള്ളൊരു നങ്കൂരമായിരിക്കണം. ഏതൊരു സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് മറ്റുള്ളവരോട് പറയാനായിട്ട് കഴിയണം, യെസ്, ദർ ഇസ് എ പ്രോമിസ് ലൈക്ക് ദാറ്റ് ഇൻ ഗോഡ്സ് വേർഡ്. ദൈവത്തിന് ഇങ്ങനെ ഒരു പ്രോമിസ് നമുക്കായിട്ടുണ്ട്. അത് ഉള്ളത് കൊണ്ട്, വാക്ക് തെറ്റിക്കാത്തൊരു കർത്താവ് എനിക്ക് കർത്താവായിട്ടുള്ളത് കൊണ്ട് അവൻ പറഞ്ഞിരിക്കുന്നു, ഇൻ ഓൾ ദീസ് സിറ്റുവേഷൻസ് ഗോഡ് വിൽ ബി മൈ ഗോഡ് ആൻഡ് ഹി വിൽ ബി വിത്ത് ഓൺ മൈ സൈഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്കത് പറയാൻ പറ്റുന്നുണ്ടോ? ഒരാശ്വാസമാണ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നാണ് പൗലോസ് പറയുന്നത്. നമുക്ക് ആ വാക്യം വായിച്ചെടുത്ത് മടങ്ങിപ്പോകാം. 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച വാക്യത്തിൽ ആദ്യത്തെ ഭാഗം ഒന്നുകൊണ്ടൊന്ന് വായിച്ച്, നൗ താങ്ക്സ് ബി ടു ഗോഡ് ഹു ഓൾവേസ് ലീഡ്സ് us in triumph in Christ. വായിച്ചടാ വാക്യം. നൗ താങ്ക്സ് ബി ടു ഗോഡ് ഹു ഓൾവേസ് ലീഡ്സ് us in triumph in Christ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമുക്കപ്പോൾ നമ്മളുടെ കഷ്ടങ്ങളുടെ നടുവിൽ, നമ്മളുടെ ബുദ്ധിമുട്ടുകളുടെ നടുവിൽ ക്രിസ്തുയേശുവിൻ്റെ വഴിയിൽ നടക്കുന്ന ഏതൊരു വ്യക്തിക്കും, ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്തുയേശുവിൻ്റെ വഴിയിൽ നടക്കുന്ന ഏതൊരു വ്യക്തിക്കും കോൺഫിഡൻ്റ് ആയിട്ട് പറയാനാണ്, യെസ്, ദ എൻഡ്, ദ വിക്ടറി ബിലോങ്സ് ടു മീ ബിക്കോസ് ഐ എം വാക്കിംഗ് വിത്ത് ദ ലോർഡ്. ഹല്ലേലൂയ. ദ എൻഡ്, ഐ ഡോണ്ട് നോ ഹൗ ദ ലോർഡ് ഇസ് ഗോയിങ് ടു സോൾവ് ഓൾ ദീസ് തിങ്സ്. ദൈവത്തിൻ്റെതായിട്ടുള്ള വഴികളുണ്ട്, ദൈവത്തിൻ്റെതായിട്ടുള്ള മീൻസ് ഉണ്ട്. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകണം, ദൈവത്തിൻ്റെ
ആർമി എന്നൊക്കെ പറയുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ വലിയ ആർമിയൊന്നും ദൈവത്തിന് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. കർത്താവ് ചിലപ്പോൾ പറയും ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞു അവിടെ ഇരുട്ട് വന്നു. കർത്താവ് പറഞ്ഞു ഇച്ചിരി കുറച്ച് ഈച്ചി അങ്ങോട്ട് പറഞ്ഞു വിട്ടേര്, കുറച്ച് വെട്ടുക്കിളി അങ്ങോട്ട് പറഞ്ഞു വിട്ടേര്, പോരെ. വലിയ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ കാര്യമൊന്നും വരണ്ട, ആവശ്യമില്ല. കുറച്ച് തവളകളെ അങ്ങോട്ട് വിട്ടേരെ. നിങ്ങൾ കേട്ട് കാണും, ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞ മനസ്സിലാവും. അപ്പോൾ ദൈവത്തിൻ്റെ ആർമി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വലുതൊന്നും ആകേണ്ടത് ആവശ്യങ്ങളേ ഇല്ല. നമ്മൾ ചിന്തിക്കുന്ന തന്നെ, പക്ഷേ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നും അസാധ്യമായിട്ടില്ല. That is how the Lord works. So we don't have to worry about how the Lord is going to solve these problems. Only we need to know the Lord. കർത്താവിനെ അറിഞ്ഞാൽ മാത്രം മതി. കർത്താവ് എൻ്റെ കരം പിടിച്ചിരിക്കുന്നു, അതിനായിട്ട് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. അവൻ ഇന്നും ഇന്നലെയും എന്നേക്കും അവൻ സെയിമാണ്. ഹി ഈസ് നോട്ട് ചേഞ്ചിങ് ഗോഡ്. അങ്ങനെയുള്ളൊരു ദൈവം എൻ്റെ ദൈവമായിരിക്കുന്നതുകൊണ്ട് എനിക്ക് എന്ത് പറയാൻ പറ്റും? ഐ ക്യാൻ ബി കോൺഫിഡൻറ്റ്. പല സമയത്തും നമ്മൾ ഉറങ്ങാതെ ഇരിക്കുന്നതും പലപ്പോഴും നമുക്ക് ഉറക്കളക്കുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതിൻ്റെ കാര്യം ബിക്കോസ് വി ആർ നോട്ട് കോൺഫിഡൻറ്റ് മെനി ടൈം അബൌട്ട് ദിസ്. യു നോ പീറ്റർ വാസ് സ്ലീപ്പിംഗ് ക്വയറ്റ്ലി. അടുത്ത ദിവസം തല പോകാൻ പോവുകയാണ്, ബട്ട് പീറ്റർ വാസ് സ്ലീപ്പിംഗ് ക്വയറ്റ്ലി. പ്രൈസ് ദ ലോർഡ്. ആൻഡ് ദ ലോർഡ് വാസ് സ്ലീപ്പിംഗ്. റോക്ക് ഈ ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അലയുമ്പോഴും കർത്താവ് ക്ഷീണം കൊണ്ട് കിടന്ന് ഉറങ്ങിയായിരുന്നു. പ്രൈസ് ദ ലോർഡ്. നൗ ഐ നോ ഇറ്റ് ഈസ് നോട്ട് ഈസി, ആൻഡ് പോൾ ഓൾസോ സേസ് ഇറ്റ് ഈസ് നോട്ട് ഈസി, ബട്ട് ദർ ഈസ് സംതിങ് കോൾഡ് എ കോൺഫിഡൻസ് ഇൻ ദ ലോർഡ്. അത് നമ്മുടെ ഹൃദയങ്ങളുടെ ഉള്ളിൽ പോകെ ഉറയ്ക്കുകയും നങ്കൂരമാകുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനായിട്ട് കഴിയണം, മൈ ഗോഡ് ഇസ് ഇനഫ് ഫോർ മീ. ഈ സാഹചര്യത്തിൽ അതാണ് പൗലോസിൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ആൻഡ് ആ വാക്യത്തിൻ്റെ തന്നെ രണ്ടാമത്തെ ഭാഗം, സെക്കൻഡ് പാർട്ട് ഓഫ് ഇറ്റ്, ദാറ്റ് വേഴ്സ്, ഹി സേസ് now and through us diffuses the fragrance of his knowledge in every place. വായിച്ചാട്ടെ ഒന്നുകൂടെ. ഞങ്ങളെക്കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ദ ഫ്രാഗ്രൻസ് ഓഫ് ക്രൈസ്റ്റ്. ദൈവത്തിൻ്റെ ഒരു നമുക്കറിയാം, ഈ സെൻറ്റ് കുപ്പി കണ്ടിട്ടുണ്ടോ? ഈ കുപ്പിക്കകത്ത് സെൻറ്റ് തുറക്കാൻ പറ്റുന്ന കണ്ടിട്ടില്ലേ? അതങ്ങോട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ആ റൂമിലെല്ലാം നല്ല മണമായിരിക്കും അല്ലേ? മനസ്സിലാകുന്നുണ്ടോ? നല്ലൊരു മണമായിരിക്കും. പൗലോസ് പറയാണ്, ഞാനൊരു സെൻറ്റ് കുപ്പിയെ പോലെയാണ്. ഐ ആം ഹിയർ ക്യാരിയിങ് ദ നോളജ് ഓഫ് ദ ലോർഡ്. ദൈവത്തിൻ്റെ പരിജ്ഞാനം, ദൈവത്തിൻ്റെതായിട്ടുള്ള മഹത്വം ക്യാരി ചെയ്യുന്ന ഒരു സെൻറ്റ് കുപ്പിയെ പോലെയാണ്. ആൻഡ് ദാറ്റ് അത് ചെല്ലുന്നിടത്തെല്ലാം എന്തുണ്ടാകുന്നു? ക്രിസ്തുവിൻ്റെ വാസന. ആ ക്രിസ്തുവിൻ്റെ വാസന എല്ലാവരിലേക്കും പകർന്ന് ചെല്ലുന്നു. ഒന്നോർത്ത് നോക്കിയേ, നമ്മൾ ചെല്ലുന്ന വീടുകളിലെല്ലാം, നമ്മൾ ചെല്ലുന്ന സഭകളിലെല്ലാം, നമ്മൾ ചെല്ലുന്ന ഓഫീസിലെല്ലാം ക്രിസ്തുവിൻ്റെ സെൻറ്റ് ചെല്ലത്തക്ക രീതിയിൽ നമ്മളായിട്ടുണ്ടോ? അവിടെയാണ് പൗലോസ് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. നെവർത്തിലെസ് he says and through us diffuses the fragrance of his knowledge in every place. Now വേറൊരു വേർഷനിൽ പറയുന്നത് through us manifests the fragrance of his knowledge in every place. മലയാളത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത്? പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുന്നു എന്ന് പറയും. വാസന വെളിപ്പെടുത്തുന്നുള്ള വേർഡിനെ കാട്ടി ആക്ച്വലി ഇംഗ്ലീഷ് വേർഡ്സ് ആണ് കറക്റ്റ്. കാരണം വെളിപ്പെടുത്തുക എന്ന് പറയുമ്പോൾ യു ഫീൽ സംതിങ് എൽസ്. ഡിഫ്യൂസസ് മീൻസ് യു അണ്ടർസ്റ്റാൻഡ്. നമ്മൾ ഒരു ലിക്വിഡിനകത്തോട്ട് ഒരു ഗ്യാസ് ഒന്നിച്ച് ചേരുന്നത് പോലെ അല്ലേ? ദാറ്റ് ഇസ് എ വേർഡ് യു യൂസ്. എ ഡിഫ്യൂസ് എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വാസന എന്ന് പറയുമ്പോൾ സെൻ്റ് ആണല്ലോ, ഫ്രാഗ്രൻസ് ആണല്ലോ. അതെങ്ങനെ കടന്നു ചെന്ന് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് പോലെ. അപ്പോൾ പൗലോസ് പറയാണ്, വി ആർ ഇൻ എ പ്ലേസ് ലൈക്ക് ദിസ്. ഇതിൻ്റെയൊക്കെ നടുവിൽ കർത്താവ് നമ്മളെ എന്തിരിക്കുന്നു? കർത്താവ് ഒരു ഫ്രാഗ്രൻസ് എങ്ങനെ മറ്റിടത്തോട് പകരാൻ പറ്റുന്നു അതുപോലെ എന്നെ ആക്കി വെക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ദൈവസന്നിധിയിൽ ഓർക്കുകയായിരുന്നു, കർത്താവേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുവാക്കിച്ചിരിക്കുന്ന എല്ലായിടത്തും ആർ വി ഡിഫ്യൂസിങ് ദ ഫ്രാഗ്രൻസ് ഓഫ് ക്രൈസ്റ്റ് ഓർ ആർ വി ഡിഫ്യൂസിങ് സംതിങ് എൽസ്? അടുത്ത വാക്യം വായിച്ചാൽ ലെറ്റ്സ് സീ ദി വേഴ്സ് നെക്സ്റ്റ് വൺ. അഞ്ചാമത്തെ വാക്യം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിനു ക്രിസ്തുവിന്റെ സൗരഭ്യവാസന ആകുന്നു. ഈ പറഞ്ഞ ഈ സ്മെല്ലിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടും അല്ലേ? കുറച്ച് മാത്രം ആൾക്കല്ല. ഒരു ഹാളിനകത്ത് രക്ഷിക്കപ്പെടുന്നവരും ഉണ്ട്, രക്ഷിക്കപ്പെടാത്തവരും ഉണ്ട്. അങ്ങനെയുള്ളവരാണ്, അല്ലെങ്കിൽ നശിക്കുന്നവർക്കും ഉണ്ട്. എങ്കിൽ രണ്ട് കൂട്ടരും ഉണ്ടെങ്കിൽ രണ്ട് പേർക്കും എന്തുണ്ട്? ഈ സ്മെല്ല് കിട്ടും.
ഒരാളെ സംബന്ധിച്ചിടത്തോളം ആര് പറയുന്നത് നല്ല സ്മെല്ല, വേറൊരാൾ പറയുന്നത് കൊള്ളത്തില്ല എന്ന് പറയാം അല്ലേ. രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ ചിലപ്പോൾ ഏതൊരു സ്മെല്ലിനും കാണും. ചിലർക്കാണെന്നുണ്ടെങ്കിൽ അവർ ഈ പെട്രോൾ പമ്പിലോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് എന്താ കാര്യം, അവർക്ക് ഈ പെട്രോളിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പെട്രോളിൻ്റെ സ്മെല്ല് വലിച്ച് അകത്തോട്ട് കയറ്റുന്ന അതെന്താ. സോ ചിലരെ സംബന്ധിച്ചിടത്തോളം സ്മെൽ. അതുപോലെ തന്നെ ജീവനുള്ളവർക്ക് എന്ത് ചെയ്യുന്നു, ജീവനുള്ളവർക്ക് അധികം ജീവനും, മരണമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് ഡെത്ത് വാറണ്ടുമാണ്. Because you are able to hear God's word again and again. One more opportunity for you to hear God's word. ഒരവസരം കൂടെ ലോകത്തിൽ അവനോട് പറയാണ്, കുഞ്ഞെ ദൈവം നിന്നെ സ്നേഹിക്കുന്നു, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. നിന്നോടുള്ള വചനം നിൻ്റെ വായുടെ അടുക്കൽ വന്ന് നിൽക്കുമ്പോൾ ഇനി നീ പറയരുത് ഭൂമിയിൽ നിന്ന് കർത്താവിനെ മേളിൽ നിന്ന് ആരെങ്കിലും നിന്നും കൊണ്ടുവരണമെന്നോ. ആ വാക്യം let's read that verse. Romans chapter 10. റോമർക്ക് ലേഖനം 10-ാം അധ്യായം വായിച്ചാട്ടാ വാക്യം എടുത്തവര്. റോമൻസ് ചാപ്റ്റർ 10. വചനം നിന്റെ സമീപമായി ഇരിക്കുന്നു. വായിച്ചാട്ടെ. ഞങ്ങൾ പ്രസംഗിക്കുന്ന വചനം നിന്റെ വായുടെ അടുക്കൽ, നിന്റെ ഹൃദയത്തിൻ്റെ അടുക്കൽ ഇരിക്കുന്നു. നീ എന്താണ് ചെയ്യേണ്ടത്? നീ ഹൃദയത്തിൽ വിശ്വസിക്കുകയും വാഗുണ്ട് ഏറ്റുവരും. വായിച്ചാട്ടെ വാക്യം താട്ട് വായിച്ചാട്ടെ. യേശുവിനെ കർത്താവെന്ന്, എൻ്റെ ജീവിതത്തിലെ കർത്താവ് ഇന്നു മുതൽ യേശു ആയിരിക്കുമെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കും, വാഗുണ്ട് ഏറ്റുപറയുകയും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നു മുതൽ ആരായിരിക്കും കർത്താവ്? യേശു ആണ് എന്നുള്ളത്. അത് ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയുള്ളൊരു കാര്യമല്ല, പക്ഷേ എൻ്റെ ഹൃദയത്തിൽ പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിച്ച് ഞാൻ ഏറ്റുപറയുന്നൊരു വിഷയമാണ്. അതുകൊണ്ട് അപ്പോൾ ഇവിടെ പറയുകയാണ്, ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ സുവിശേഷം പിന്നെയും കേൾപ്പിക്കുക. കുഞ്ഞെ, ഇന്ന് ദൈവം നിന്നെ സ്നേഹിക്കുന്നു. നിൻ്റെ ജീവിതത്തിലെ എല്ലാ വിഷയത്തിനും ഉത്തരം കർത്താവ് തരാനായിട്ട് കഴിയും. ബിക്കോസ് നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവം അങ്ങാണ്, നടത്താനായിട്ട് കഴിയും. ബട്ട് ദ വേർഡ് ഇസ് വെരി ക്ലോസ് ടു യു. നിൻ്റെ അടുക്കൽ തന്നെയാണ്. ആ അടുക്കൽ നീ എന്തുമാത്രം ചെയ്താൽ മതി? ഹൃദയത്തിൽ വിശ്വസിക്കുകയും വാഗോണ്ട് ഏറ്റുപറയുകയും ചെയ്യും, ദൈവത്തെ അനുസരിക്കുകയും ദൈവത്തിൻ്റെ പിന്നാലെ നടക്കുകയും ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നു. പക്ഷേ രക്ഷിക്കപ്പെടുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇത്? ഇറ്റ് ഈസ് ജീവനും അധികമായ ജീവനും, ജീവൻ്റെ സമൃദ്ധിയിലോട്ട്. ആ വാക്യം ഒന്നുകൂടെ വായിച്ച വേഴ്സ് 15 and 16. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസന ആകുന്നു. ഇവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, അവർക്കോ ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള വാസന തന്നെ. ഒരാൾക്ക് മരണത്തിൽ നിന്നും മരണത്തിലേക്കുള്ള വാസന. എവറി ടൈം when you hear gospel, it is a death warrant to you and telling you again and again the gospel. But that is the people who are walking towards hell or walking towards the wrath. But then the people who are alive or walking towards Christ, അവരെ സംബന്ധിച്ചിടത്തോളം അധികം സമൃദ്ധിയായ ജീവനിലൂടെ നടത്തപ്പെടുത്തുന്നതാണ്. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു വാക്ക് നമ്മൾ ശ്രദ്ധിച്ച് വായിക്കണം. 15-ാമത്തെ വാക്യത്തിലൂടെ പറയുന്നത് വേഴ്സ് 15 ഒന്നോടൊന്ന് വായിക്കൂ. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസന ആകുന്നു. പ്രൈസ് ഗാഡ്. ഇവിടെയാണ് we have to check ourselves. So now we are a bottle of a scent. We are sending out the fragrance of Christ. ക്രിസ്തുവിൻ്റെ സ്മെല്ല് നമ്മൾ പുറത്തോട്ട്, വാസന നമ്മൾ പുറത്തോട്ട് അയക്കുന്നു. ദാറ്റ് ഗെറ്റ്സ് ഡിഫ്യൂസ്ഡ് ഇൻ എവറി പ്ലേസ് വെറെവർ വി ഗോ. പക്ഷേ എന്നോട് ദൈവം ചോദിച്ചൊരു ചോദ്യം ഇതാണ്, ശരിക്കും ആരുടെ ഫ്രാഗ്രൻസ്? നിങ്ങളൊരു വീട്ടിൽ ചെല്ലുകയാണ്. നിങ്ങളൊരു വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ, ആ വീട്ടിൽ ചെന്നതിന് ശേഷം തിരിച്ചവിടെ നിന്ന് ഇറങ്ങുമ്പം എന്ത് ഫീഡ്ബാക്കാണ് അവിടെ നിന്ന് നിങ്ങളെക്കുറിച്ച് പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യം? നിങ്ങൾക്കുള്ള താല്പര്യം, ആ സഹോദരൻ്റെ ഉടുപ്പൊക്കെ കൊണ്ടോ കൊള്ളാം, അല്ലെങ്കിൽ നിങ്ങളുടെ ചുടിദാരൊക്കെ കൊള്ളാം, അല്ലെങ്കിൽ എൻ്റെ ഫുഡ് അടിപൊളിയാണ്, ഇവിടുത്തെ സോഫയൊക്കെ കൊള്ളാം, നമ്മുടെ വണ്ടിയിലൊക്കെ കയറുമ്പോൾ കൊള്ളാം കേട്ടോ, നല്ല മിടുക്കനാണ്, ഇവിടെ എവിടെയാണ് ജോലി? ഇന്നടത്താ ജോലി, മിടുക്കനാ പയ്യൻ കൊള്ളാം. ഇതൊക്കെ ആരും കൂടെ ചേർന്ന് നിന്നിട്ടാണ് കിട്ടിയേ? യേശു കൂടെ ചേർന്ന് നിന്നല്ലേ കിട്ടിയേ? തന്നെയല്ലല്ലോ. അപ്പം നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മളും ക്രിസ്തുവും രണ്ടും കൂടെ ചേർത്താണ് അല്ലേ? ആണോ? അല്ലേ? മിക്കവാറും അങ്ങനെയൊക്കെയാണ് അല്ലേ? കർത്താവ് എനിക്ക് ജോലി തന്നു. അല്ല, കർത്താവ് അല്ലാതെ പിന്നെ ആരെ തന്നെ? കർത്താവ് തന്നെ ജോലി തന്നെ. കർത്താവൻ ജോലി തന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ഓൾ ദീസ് തിങ്സ് വി വോണ്ട് കർത്താവിനെ അങ്ങ് മാറ്റി വെച്ച്, കർത്താവ് എനിക്ക് തന്നു എല്ലാം എന്നെ കർത്താവ്, ഞാൻ
പണ്ട് ഞങ്ങൾ കോളേജിലായിരിക്കുമ്പോൾ എക്സാം അങ്ങോട്ട് കഴിഞ്ഞ് മാർക്കൊക്കെ എല്ലാവർക്കും കിട്ടും. ഇപ്പം ചില പിള്ളേരെന്നൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സ്മാർട്ട്. അവർ പറയുന്നു ദൈവത്തിൻ്റെ കൃപയാൽ 100 മാർക്ക് മാത്സിന് കിട്ടി. പ്രൈസ് ദ ലോർഡ്, ഗോഡ് ഇസ് ഗുഡ്. ചിലർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഷ്ടി 35, 38 ഒന്ന് പാസ്സാകാനായിട്ടുള്ള മാർക്ക് മാത്രമേ ഉള്ളൂ. അവർ ചിലപ്പം ചിലരൊക്കെയാണെന്നുണ്ടെങ്കിൽ മിനിസ്ട്രിക്ക് പോയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ചിലർ പറയുന്നതെന്നറിയോ, ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് വന്നിട്ട് ഞാൻ കർത്താവിൻ്റെ മിനിസ്ട്രിക്ക് പോയത് കൊണ്ട് ഞാൻ തോറ്റുപോയി. കാരണം പുള്ളി പഠിച്ചില്ല. കാരണം മിനിസ്ട്രി എന്ന് പറഞ്ഞു നടന്നു, അത് വേറൊരു വിഷയം. പക്ഷേ പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇതെല്ലാം അവർ ക്രിസ്തുവിൽ തന്നെയാണ് പറയണേ. ക്രിസ്തുവിലാണ് അവർ സാക്ഷ്യം പറയുന്നത്. കർത്താവിൽ എനിക്കിത് കിട്ടി. നല്ല കാര്യം. പക്ഷേ we all want to project ourselves with Christ. Praise the Lord. We are saying that yes, in Christ I got this, in Christ I got all, that is fine. But Paul's gospel is something totally different. Please listen to me carefully. Paul studied in one of the best universities. Paul was very rich. He came from a good family. പക്ഷേ Paul want to leave behind one fragrance only. That is Christ. Praise the Lord. എൻ്റെ കൂടെ ഉണ്ടല്ലോ. പൗലോസ് നല്ല യൂണിവേഴ്സിറ്റി പഠിച്ചാണ്, നല്ല പാരമ്പര്യമുള്ളതാണ്, ഇഷ്ടംപോലെ പൈസയുള്ള വീട്ടിലെയാണ്. റോമൻ, നമ്മളീ പറയുന്ന പോലത്തെ US സിറ്റിസൺഷിപ്പ് പോലെ റോമൻ സിറ്റിസൺഷിപ്പ് അന്ന് ഉള്ള വ്യക്തിയാണ്. പക്ഷേ he did not say Jesus and me, we were successful, so and so. But his gospel is very, very clear. He said, I am fragrance of Christ. Period. Praise the Lord. Now let's look at the verse again. Verse 15, 15ാമത്തെ വാക്യം. We are to God the fragrance of Christ. There is no Paul there. Yes, it is all these things has been done. God is, ദൈവം നമ്മളെ ജയോത്സവമായി നടത്തുന്നു. Praise the Lord. Yes, all that is fine, fantastic. ഇതൊക്കെ കർത്താവ് നമുക്ക് ഗ്രേസിൽ തരുന്ന കാര്യങ്ങളാണ്. All that is fine. പക്ഷേ ഇന്ന് ഞാൻ ലിഫ്റ്റ് ചെയ്യുന്നെങ്കിൽ എനിക്ക് കിരീടം തന്നു എന്നുള്ളൊരു കാര്യം ശരിയാണ്. സ്വർഗസ്ഥലത്തിൽ ഇരുത്തിയിരിക്കുന്ന കാര്യം ശരിയാണ്. പക്ഷേ ഇന്ന് ഞാൻ ലിഫ്റ്റ് ചെയ്യുന്നെങ്കിൽ തങ്ങളുടെ കിരീടങ്ങളെ താഴെയിട്ട് കുഞ്ഞാടെ നിനക്ക് മഹത്വം. Praise the Lord. And only one thing he wanted to say, I want to lift up only one person. That's what I said. Look at the word Christ. He says, for we are to God the fragrance of Christ. Not fragrance of me and Christ. Fragrance of Christ. Me and Christ is successful. That is what most of our testimony is. തെറ്റില്ല, നമ്മുടെ അറിവിനനുസരിച്ച്. That's fine. But Paul was saying exclusive. He said, എൻ്റെ ജ്ഞാനത്തിൻ്റെ അല്പം പോലും അതിൻ്റെ കൂട്ടത്തിൽ വരല്ലേ. നമ്മളാരില്ല അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ജ്ഞാനത്തിൻ്റെ വൈഭവം കൊണ്ട് ചില കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നല്ലേ നമ്മൾ പറയത്തുള്ളൂ. ഒരു പ്രസംഗത്തിനകത്ത് എൻ്റെ ജ്ഞാനം വരല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാത്രമേ. I really stand humbled before the Lord. മോസസ്, ഞാൻ ഈ വാക്യം രണ്ടാഴ്ച മുമ്പ് ഞാൻ എടുത്തതാണ്. മോസസ് said something and Lord really scolded him. എന്തായിരുന്നു നമുക്കറിയാം അല്ലേ? Why? എന്നെ നീ മഹത്വപ്പെടുത്തിയില്ല. God honored Moses, but Moses did not honor God. And you can say, I and Christ. Paul is saying, no, that's not I want to tell you, dear brothers and sisters. ഇവിടെയാണ് മെസ്സേജ് ഇസ് വെരി ക്ലിയർ. He says, we are to God the fragrance of Christ, period. And among those who are being saved and among those who are being perishing. അല്ല ഞാൻ പറഞ്ഞത്, നമ്മളുടെ എല്ലാ വിജയത്തിൻ്റെ പിന്നിലും ക്രിസ്തു ഉണ്ട് എന്ന് പറയുന്നത് നല്ല കാര്യം. നമ്മൾ പറയത്തില്ല, എവ്രി സക്സസ്ഫുൾ മാൻ ബിഹൈൻഡ് വാട്ട്? എവ്രി സക്സസ്ഫുൾ മാൻ ഇസ് you don't know. Behind every successful man is a woman which is hidden എന്ന് പറയുന്നത് പോലെ, അതുപോലെയാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്. നമ്മൾ പറയുന്നത് ബിഹൈൻഡ് മീ ദർ ഇസ് ക്രൈസ്റ്റ്. ക്രിസ്തുവാണ് എനിക്കിതെല്ലാം തന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. അത് സത്യമാണ്, അങ്ങനെ തന്നെയാണ്. പക്ഷേ when Paul wanted to put up a podium up, he said Christ, and I am just a vase which is carrying the scent. ആ
സെൻറ്റ് കംപ്ലീറ്റ്ലി ഇവാപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചിലപ്പോൾ ആ കുപ്പിയുടെ ഭംഗി കൊണ്ടൊക്കെ കുറച്ച് ദിവസമൊക്കെ നമ്മൾ വെച്ചേക്കും. പക്ഷെ അതിന് വലിയ വിലയൊന്നും ഇല്ലല്ലേ, അല്ലേ? വലിയ വിലയൊന്നുമില്ല. ആ കുപ്പിയിടിക്കകത്ത് സെൻറ്റ് കുറേ നേരം ഓപ്പൺ ആയിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമായിരിക്കും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശമരണത്തിന് കുറച്ച് 6 ദിവസത്തിന് മുമ്പ് കർത്താവ് ഒരു ഭക്ഷണത്തിന് വന്നു. ആരുടെ വീട്ടിലായിരുന്നു? ശിമിയോൻ്റെ വീട്ടിൽ, അല്ലേ? ലാസറിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു സഹോദരി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അനോയിറ്റ് ചെയ്ത സംഭവം നിങ്ങൾക്ക് അറിയാമായിരിക്കും. അവിടെ എഴുതിയിരിക്കുന്നത് എന്താ? John chapter 12 verse 2. John chapter 12 verse 2. John chapter 12 verse 2. അവിടെ അവർ അവന് ഒരു അത്താഴം ഒരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോടുകൂടെ പന്തിയിലിരുന്നവരിൽ ഒരുവനായിരുന്നു. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജഡ മാംസ തൈലം ഒരു റാത്തൽ എടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറച്ചു. മതി. The house was filled with the fragrance of the oil. House was filled with the fragrance of oil. And here നമുക്കറിയാം, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം the hair is the ultimate sense of beauty. അങ്ങനെയൊക്കെ പറയുമ്പോൾ അതുപോലും സറണ്ടർ ചെയ്യാൻ, യേശു കർത്താവിൻ്റെ പാദപീഠത്തിൽ സറണ്ടർ ചെയ്യാൻ she was willing. She gave it and she said, only one person is important, that is Christ. I am not important here. പ്രിയ സഹോദരങ്ങളെ, നമ്മളുടെ ജീവിതത്തിൽ ഈ ഒരു ട്രൂത്ത് നിങ്ങളൊന്ന് മനസ്സിലാക്കണേ. I am not saying that I have reached that point, but this is the implication of this verse. ഈ വാക്യത്തിൻ്റെ അർത്ഥം നമ്മൾ വായിക്കുമ്പോൾ, we are to God the fragrance of Christ among those who are being saved and among those who are being perishing. നശിക്കുന്നവരുടെ ഇടയിലും രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും കർത്താവിൻ്റെ ആ ഒരു വാസന, ചിലർക്ക് ജീവനും ചിലർക്ക് മരണവും എന്ന് ദൈവവചനം പറയുമ്പോൾ ക്രിസ്തുവിനെ മാത്രം ഉയർത്തി കാണിക്കുന്നൊരു കാര്യം. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. ഡോണ്ട് വറി, ദാറ്റ്സ് എ ട്രൂത്ത്. പേടിക്കൊന്നും വേണ്ട. ഒന്നുകിൽ മരണം, അല്ലെങ്കിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്. ഇത് ഏതെങ്കിലും ഒരു കാര്യം സംഭവിക്കും. സംഭവിച്ചു കഴിയുമ്പോൾ നിങ്ങളെക്കുറിച്ചൊരു സാക്ഷ്യം ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും പറയാൻ ആഗ്രഹിക്കും? എ സക്സസ്ഫുൾ മാൻ, സക്സസ്ഫുൾ ക്രിസ്ത്യൻ, ഓർ Paul, like Paul says, I lifted up Jesus and I am a fragrance of Christ everywhere I go. Praise God. And that's what I read in the first 12th വാക്യത്തിൽ. I have a gospel which is of Christ, not mine. എൻ്റെ ഒരു നല്ല ഗുണവും എൻ്റെ ഒരു നല്ല കാര്യം എനിക്ക് അതൊക്കെ ഉണ്ട്. ദൈവം തന്നു എന്നുള്ള കാര്യമൊക്കെ ശരിയാണ്. God is doing it wonderful. All that is great. Fine. God has given me a job. Praise the Lord. All that is fine. But എൻ്റെ ഹൃദയത്തിനകത്തുള്ളിൽ ഒരു ഡിസയർ ഇങ്ങനെയൊന്ന് ഉരുത്തിരിയുവാൻ നമ്മളിന്ന് മധ്യാഹ്നം നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, ഞാനും ക്രിസ്തുവും കൂടെയല്ല, ആ പോഡിയത്തിൽ ക്രിസ്തു മാത്രം. He being lifted up. And John said that. John said, he must increase, I must decrease. He said that. He is the only one who is worthy. And whose sandals I am not worthy to untie. അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ ഞാൻ യോഗ്യനല്ല. കസിനൊക്കെ ആയിരിക്കും ശരി, ഭാര്യയൊക്കെ ശരിയായിരിക്കും. ബട്ട് ഈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു. അപ്പോസ്തലനായ പൗലോസ് പിന്നെയും പറയുകയാണ് 2 അധ്യായത്തിൻ്റെ 2 കൊരിന്ത്യർ 4 അധ്യായത്തിൻ്റെ 6 വാക്യം. 2 Corinthians chapter 4 verse 6. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവതേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. Praise the Lord. സ്വാഭാവികമായും ഏതൊരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ ഇരുട്ടാണ്. ഇപ്പോൾ ചോദിക്കുക എങ്ങനെയാണ് ഇരുട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ ആബ്സെൻസ് ഓഫ് ലൈറ്റ് ഇസ് ഡാർക്ക്നെസ്. സ്വാഭാവികമായും ഏതൊരു മനുഷ്യൻ, ദർ ഈസ് നോ കണക്ഷൻ. സ്വാഭാവികമായും ഈസ് നോട്ട് സിംപ്ലി കണക്റ്റഡ് വിത്ത് ദ ലോർഡ്. ബട്ട് ഹിയർ, ഇരുട്ടിൽ നിന്ന് വെളിച്ചമുണ്ടാകട്ടെ എന്ന് അരുളി ചെയ്തവനായ കർത്താവ് നമ്മളുടെ ഹൃദയത്തിൽ ആ ലൈറ്റ് ഓൺ ചെയ്യാനായിട്ട് പറയാം.
നമ്മൾ കർത്താവിൻ്റെ ഒരു ദീപമാണെങ്കിൽ, ഒരു ലൈറ്റ് ആണെങ്കിൽ അത് ഓൺ ചെയ്യാനായിട്ട് പറയാം. അത് കത്തുമ്പോൾ എന്താണ് നമ്മൾ പ്രകാശിക്കുന്നതായിട്ടുള്ള കാര്യം? ഇറ്റ് സേസ് ഇറ്റ് ഈസ് ഗോഡ് ഹു കമാൻഡഡ് ലൈറ്റ് ടു ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്, ഹു ഹാസ് ഷോൺ ഇൻ അവർ ഹാർട്ട്സ് ടു ഗീവ് ദ ലൈറ്റ് ഓഫ് ദ നോളജ് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ് ഇൻ ദ ഫേസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുഖത്തുണ്ടായിരുന്ന ദൈവ തേജസ് ഇപ്പോൾ എവിടെ വിളങ്ങുന്നു? നമ്മളിലെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വിളങ്ങുന്നു. ആൻഡ് ദാറ്റ് ജസ്റ്റ് എ സ്വിച്ച്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഓഫ് ആകും. ലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടാ. മനസ്സിലായോ? അപ്പോൾ തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ തരുന്ന ഒരു ലൈറ്റാണ്. എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, പൊന്നു സഹോദരങ്ങളെ, നിങ്ങൾ നിഗളിച്ചു പോകരുത്. ഏതെങ്കിലും കാര്യം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ദൈവം നിങ്ങളുടെ സ്നേഹത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തതാണ്. എപ്പോഴും മനസ്സിലാക്കണം, ഇൻ ക്രൈസ്റ്റ് ആൻഡ് ക്രൈസ്റ്റ് അലോൺ ഈസ് വാട്ട് വി ആർ. And Paul says, and again go back to 2 Corinthians, 2 Corinthians 2-ാം അധ്യായത്തിൽ അദ്ദേഹം പിന്നീട് 17-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, For we are not as so many peddling the word of God, but as of sincerity, as from God, we speak in the sight of God in Christ. വായിച്ചാലോ വാക്യം? ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെ അല്ല, നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. He had always one word, in Christ. നിങ്ങൾ ഈ ഒരു 2-3 വാക്യത്തിനകത്ത് നിങ്ങൾ നോക്കിക്കോ, എത്ര പ്രാവശ്യം അദ്ദേഹം പറഞ്ഞു ഇൻ ക്രൈസ്റ്റ്. ദിസ് ഇസ് ദ ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ്, ദ ഡോർ വിച്ച് ഇസ് ഓപ്പൺ ഫോർ മീ ഇൻ ക്രൈസ്റ്റ്. ഓരോ കാര്യത്തിലും പൗലോസിന് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഞാനല്ല കേട്ടോ, ക്രിസ്തുവാ. ഞാനല്ല, ക്രിസ്തുവാ. It is he must be lifted up. And he says in the second verse, but from God we speak in the sight of God in Christ. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചലഞ്ച്. വി ക്യാൻ സ്പീക്ക് എനിത്തിങ്, അല്ലേ? നമുക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം നമുക്ക് ദൈവം തമ്പുരാൻ വില്ല് തന്നിട്ടുണ്ട്, തിങ്കിങ് പവർ തന്നിട്ടുണ്ട്, സ്പീക്കിംഗ് കഴിവ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തും പറയാം. പക്ഷേ ദൈവിക ഭയത്തിൽ പൗലോസ് പറയുകയാണ്, I speak in the presence of God in Christ. Hallelujah. ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ. അല്ലാതെ എനിക്കൊന്നും പറയാൻ പറ്റണില്ല, അല്ലേ? അപ്പം നമ്മുടെ ജീവിതത്തിൽ കർത്താവേ, അത്രമാത്രം കർത്താവിനോട് കൂടെ ചേർന്ന് നടക്കുന്ന ഒരനുഭവം. ഈസ് ദാറ്റ് ആൻ ആംബിഷൻ ഫോർ us? കർത്താവിനോട് പിന്നെയും ചോദിച്ചൊരു ചോദ്യം ഞാൻ നിങ്ങളോടും ചോദിക്കാം. ഇസ് ഇറ്റ് യു ലിഫ്റ്റഡ് അപ്പ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്രൈസ്റ്റ്? പലപ്പോഴും നമ്മളുടെ അംബീഷൻസ് ഒക്കെ എഴുതിയേച്ച്, കർത്താവേ നീ ഇവിടെ ഒന്ന് സൈൻ ചെയ്യണം കേട്ടോ എന്ന് പറയുന്നതും, ലോർഡ് യു റൈറ്റ് വാട്ട് യു വാണ്ട് ആൻഡ് ഐ സൈൻ, ഐ അബൈഡ് എന്ന് സൈൻ ചെയ്യുന്നതും ടോട്ടലി ഡിഫറെൻറ്റ്. ലോർഡ് യു റൈറ്റ് വാട്ട് യു വാണ്ട് ആൻഡ് ഐ സേ ലോർഡ് ലെറ്റ് യുവർ നെയിം ബി ഗ്ലോറിഫൈഡ്. വെളിപ്പാട് പുസ്തകമൊക്കെ നമ്മൾ കാണുമ്പോൾ മൂപ്പന്മാർ തങ്ങളുടെ കിരീടങ്ങളെ താഴെയിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ലോർഡ് യുവർ ക്രൈസ്റ്റ് അലോൺ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിലാണ് നമുക്ക് ലഭിച്ചതല്ലാതെ നമുക്ക് ഒന്നുമില്ല. പക്ഷേ അതിപ്പോലും നമ്മുടെ ഹൃദയത്തിൻ്റെ പൗലോസ് പറയാണ്, ഐ വോണ്ട് ടു ഡിഫ്യൂസ്. ഞാൻ ഡിഫ്യൂസ് ചെയ്യുന്നെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവൻ്റെ സൗരഭ്യവാസന മറ്റുള്ളവരിലേക്ക് ചെല്ലുവാൻ. അതല്ല, എൻ്റെ ജീവിതത്തിൽ നിന്നും എൻ്റെ ഒരു സ്മെല്ലാണ് വരുന്നത്. ഞാൻ ഈ എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലൊക്കെ കയറിയൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം, നല്ല വീടാണ്, നല്ല കാര്യങ്ങളൊക്കെ നല്ല കാര്യം തന്നെ, പക്ഷേ എല്ലാം കഴിഞ്ഞ ശേഷം ക്രിസ്തുവിനെ കാണാതെ. അങ്ങനെ ഒരു രാജാവ് ഉണ്ടായിരുന്നു, അറിയാമായിരുന്നല്ലേ? ആരാ? ഏത് രാജാവായിരുന്നു? സൗഖ്യമൊക്കെ കിട്ടി, 15 വർഷം നീട്ടിയൊക്കെ കിട്ടി, എല്ലാം. എസെക്കിയാ രാജാവിനോട് പ്രവാചകൻ ചോദിച്ചു, മോനെ നിൻ്റെ വീട്ടിൽ ബാബിലോൺകാർ വന്നപ്പോൾ എന്തൊക്കെ കണ്ടായിരുന്നു? എല്ലാം കണ്ടു. പിന്നെ ഞാൻ എല്ലാം കാണിച്ചു, എൻ്റെ സമ്പത്തും എല്ലാം കാണിച്ചു. യേശുവിനെ കാണിച്ചോ? ഇല്ല. യേശുവിനെ ഉയർത്തിയോ? ഇല്ല. ഇതൊക്കെ യേശു തന്നാന്നേ? ആന്നു. ശരിയാണ്, ഇതെല്ലാം എടുത്തുകൊണ്ട് പോകും കേട്ടോ. ആ പ്രവാചകൻ പറഞ്ഞ ഇതെല്ലാം എടുത്തുകൊണ്ട് പോകുന്നൊരു ദിവസമുണ്ട്. അന്നേരം പോലും അദ്ദേഹത്തിന് ഒരു അനുതാപം ഉണ്ടായില്ല. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കാലത്ത് ഉണ്ടാകത്തില്ലല്ലോ, എൻ്റെ കൊച്ചിൻ്റെ കാലത്തല്ലേ ഉണ്ടാവുള്ളൂ, സാരമില്ല, പൊക്കോട്ടെ.
എന്ത് വിവേകമില്ലാത്തൊരു കാര്യമാണ് പറഞ്ഞ് അന്നേരേ നിലത്ത് വീഴണ്ടേ. പ്രൈസ് ദി ലോർഡ്. പ്രേസാകണ്ടേ. നമുക്കും ഇന്ന് ദൈവത്തിന് മുമ്പാകെ നമുക്ക് പറയണം, കർത്താവേ, Paul had one ambition in his heart. Lift up Jesus. Wherever he is, കർത്താവെ എന്നെ സഹായിക്കണം. നമ്മുടെ ഒത്തിരി ഷോർട്ട് കമ്മിങ്സ് നമ്മുടെ ജീവിതത്തിലുണ്ടാവാം. ഒരുപക്ഷെ നമ്മൾ പെർഫെക്റ്റ് അല്ലായിരിക്കാം, ഒക്കെ ശരിയായിരിക്കും. പക്ഷേ കർത്താവെ, ഞാനായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവെ എനിക്ക് യേശുവിൻ്റെ സൗരഭ്യവാസന ഉയർത്തുവാൻ എന്നെ ഒന്നും പ്രകീർത്തിച്ചില്ലെങ്കിലും എന്നെ ഒന്നും പറഞ്ഞില്ലെങ്കിലും ഇറ്റ്സ് ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ആൻ ഇഷ്യൂ ദെയർ. വാട്ട് അബൌട്ട് ജീസസ്? ദൈവത്തെ മഹത്വപ്പെടുത്തിയോ? ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെട്ടോ? നമ്മൾ പാട്ട് പാടുന്നതിൻ്റെയും പ്രസംഗിക്കുന്നതിൻ്റെയും ഒക്കെ പിന്നിലും ഇതൊക്കെ തന്നെയല്ലേ? ഞാൻ സുവിശേഷം പറയുന്നതിൻ്റെയും ഒക്കെ പിന്നിൽ ഇതൊക്കെ തന്നെയല്ലേ? കർത്താവേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ നമ്മുടെ സഭയുടെ ഉദ്ദേശം അത് തന്നെയല്ലേ? നമുക്ക് ദൈവത്തോട് പറയണം, കർത്താവേ, ഐ വോണ്ട് ടു ലിഫ്റ്റ് അപ്പ് ജീസസ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ.